ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയാ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടവും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിലേക്ക് ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പാകെ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. അവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. കർത്താവേ, വിശ്വാസത്തോടുകൂടി അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് നിന്റെ നിയോഗങ്ങളിലും പ്രാർത്ഥനയിലും വചനത്തിലും വിശ്വസിച്ചാഴപ്പെട്ട് വരാനിരിക്കുന്ന നന്മയിൽ അതിനെ മുഖാഭിമുഖം കാണുവാൻ കർത്താവേ, ഞങ്ങൾക്ക് ശക്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. നാഥ, അങ്ങയുടെ അനന്തമായ പരിപാലനയും ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ. ഈ മെയ് മാസം മാതാവിൻ്റെ മണക്കവാസക്കാലം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പോലും സാധിക്കാതിരിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളോളം മെയ് മാസത്തിൽ ഒരത്ഭുതം നടക്കും. ഒന്നല്ല, അനേക അത്ഭുതങ്ങൾ നടക്കും. മെയ് മാസം എന്ന് പറയുമ്പോൾ തന്നെ മാർച്ച് ഏപ്രിൽ തന്നെ ഞാൻ മെയ് മാസത്തിലേക്ക് ഒരുങ്ങുകയാണ്. എനിക്ക് ഇത് സാധിച്ചു കിട്ടുന്നുവെങ്കിൽ നിങ്ങൾക്കും അത് സാധിച്ചു കിട്ടും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുക. നിന്നെ കുറ്റപ്പെടുത്തുന്നവരെയോ തള്ളിപ്പറയുന്നവരെയോ നിൻ്റെ ബുദ്ധിമുട്ടുകളോ കടബാധ്യതകളോ സങ്കടങ്ങളെയോ ഒന്നും നീ ചിന്തിക്കേണ്ട. ഒന്നു മാത്രം മതി നിൻ്റെ മനസ്സിൽ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. അമ്മയോട് പറഞ്ഞാൽ അമ്മ ഈശോയോട് പറഞ്ഞ് നിൻ്റെ ഏതാവശ്യവും സാധിച്ചു തരും.